നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരായി വർത്തിക്കുന്ന ആൾക്കാരാണ് തങ്ങൾ എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ വാദം. കൃത്യമായി പറഞ്ഞാൽ റാഡിക്കൽ ഇസ്ലാം ഇടതു കൂട്ടുകെട്ടിന്റെ ഈ വാദം തന്നെ പറഞ്ഞുകൊണ്ടാണ് അവർ എക്കാലവും ഹിന്ദു ആചാരങ്ങളെയും ദേവീ ദേവന്മാരെയും അവഹേളിച്ചുകൊണ്ടുള്ള എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അടുത്തുള്ള ഉദാഹരണമാണ് മോദിയെക്കുറിച്ചുള്ള BBC സ്റ്റോറി DYFI കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് എല്ലാവർക്കും ഉള്ളതല്ലെന്നും ഇടത് ഇസ്ലാമിക മൗലികവാദികൾ അനുവദിക്കുന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഇവിടെ ആർക്കും ഉള്ളൂ എന്നും വ്യക്തമായത് കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ്. അതുവരെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടവർ നേരെ എതിർദിശയിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. എന്നാൽ ഇത്തരം വാദങ്ങളെയൊക്കെ എടുത്ത് ചവറ്റുകുട്ടയിലിട്ടിരിക്കുകയാണ് കോടതി. ഇസ്ലാമിക തീവ്രവാദവും ലവ് ജിഹാദും പ്രമേയമായി വരുന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ ഒരു തരത്തിലും തടയാനാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. ദ കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി വിഷയത്തിന്മേലുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി സൂരജിന്റെ ഹർജിയാണ് തള്ളിയത്. വിഷയത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. സിനിമയുടെ പ്രദർശനം തടയേണ്ട സാഹചര്യമില്ലെന്നും നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ജീവചരിത്രം പറയുന്ന പ്രീ റിലീസ് ചെയ്ത സിനിമകളുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷൻ മുൻകാലങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ടെന്നും ദ കേരള സ്റ്റോറി അത്തരമൊരു പരിധിയിൽ പെടുന്നില്ലെന്നുമായിരുന്നു കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. ഇത് പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി പ്രദർശനം തടയാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയത്. ദൂരദർശനിൽ സിനിമ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെയാണ് തിരുവനന്തപുരം സ്വദേശി ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇയാൾ ഇമെയിൽ അയച്ചിരുന്നു. കമ്മീഷന്റെ നടപടിക്കായി കാക്കാതെ സമീപിച്ചതിനെതിരെ ഹൈക്കോടതി നേരത്തെ തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിനു പുറമെ ഹർജിയിൽ ഇടപെടാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിലപാട് തേടുകയായിരുന്നു. മോദി സ്റ്റോറി വന്നപ്പോഴും പല ചിത്രകാരന്മാരും ഭാരതത്തിലെ ദേവീ ദേവന്മാരെ വികലമായി ചിത്രീകരിച്ചപ്പോഴും ഉണ്ടാകാതിരുന്ന ധാർമ്മിക രോക്ഷം യഥാർത്ഥ സംഭവമായ കേരള സ്റ്റോറിക്ക് നേരെ ഉണ്ടാകുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമാണ്. അടുത്ത കാശ്മീറായി കേരളത്തെ മാറ്റുക എന്ന ഇസ്ലാം മതമൗലികവാദികളുടെയും അതിന് കുടപിടിച്ചു കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെയും ദീർഘകാല അജണ്ടയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യം കേരള സ്റ്റോറിയിൽ കൂടി നടക്കരുത് എന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.